ഇന്ത്യയുടെ അഭിമാന അത്ലറ്റായിരുന്നു വിനേഷ് ഫോഗട്ട്. ചരിത്രത്തിലാദ്യമായി ഒളിമ്പിക്സ് റെസ്ലിംഗിൻ്റെ ഫൈനലിൽ കടന്ന വനിത. ഒരു ദിവസം 3 ലോകോത്തര താരങ്ങളെ ഗോദയിൽ വീഴ്ത്തിക്കൊണ്ടാണ് അവർ ഈ ബഹുമതി നേടിയത്. പക്ഷെ അവസാനം ഒരു 100 ഗ്രാമിൻ്റെ പേരിൽ, ശരീരഭാരം 100 ഗ്രാം വർദ്ധിച്ചതിൻ്റെ പേരിൽ അയോഗ്യയാക്കപ്പെട്ടു. ഫോഗട്ടിൻ്റെ ദുഃഖം ഇന്ന് ഇന്ത്യയുടെയും ദുഃഖമാണ്. ഈ റെസ്ലിംഗിൻ്റെ അല്ലെങ്കിൽ റെസ്ലിംഗ് മത്സരങ്ങളുടെ സാങ്കേതിക വശങ്ങളൊന്നും വലിയ നിശ്ചയമില്ല. ഒരു മത്സരം കഴിഞ്ഞാൽ അടുത്ത മത്സരം വരെ തൂക്കം കൂടാതെ സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, അതിനുവേണ്ടി ഗുസ്തി താരങ്ങൾ എടുക്കുന്ന പ്രയത്നങ്ങൾ, വർക്കൗട്ടുകൾ, വളരെ തീക്ഷ്ണമായ അല്ലെങ്കിൽ വളരെ കഠിനമായ പരിശ്രമങ്ങൾ, ഇതൊക്കെ നമ്മുടെ അറിവിനപ്പുറത്തുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ ശരീര തൂക്കത്തിൻ്റെ പേരിൽ ഒളിമ്പിക്സിൻ്റെ ഫൈനൽ മത്സരത്തിൽ നിന്ന് അയോഗ്യയാക്കപ്പെട്ട വിനേഷ് ഫോഗട്ടിൻ്റെ ചുടുകണ്ണുനീർ ഇന്ന് മുഴുവൻ ഇന്ത്യക്കാരുടെയും ഹൃദയത്തിൽ കോരിയിട്ട തീയായി മാറിയിരിക്കുകയാണ്. വിനേഷ് ഫോഗട്ടിന് സംഭവിച്ചതുമായി ബന്ധപ്പെട്ട് കിട്ടാവുന്ന വിവരങ്ങളെല്ലാം വായിച്ചു മനസ്സിലാക്കിയപ്പോൾ തോന്നുന്ന ഒരു സംശയം, നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും മീതെ ഉയർന്നു നിൽക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഫോഗട്ടിന് ഇങ്ങനെ സംഭവിച്ചതിൻ്റെ പിന്നിൽ എന്തെങ്കിലും അട്ടിമറിയുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ? കാരണം ഈ ശരീര തൂക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ കാറ്റഗറികളിലായി തിരിച്ച് നടത്തുന്ന മത്സരങ്ങൾ, ഗുസ്തി പോലെയൊക്കെയുള്ള മത്സരങ്ങളിൽ അല്ലെങ്കിൽ ഭാരോദ്വഹനം പോലെയുള്ള മത്സര ഇനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അവരുടെ ശരീരഭാരം കൂടാതെ സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നന്നായിട്ടറിയാവുന്നതാണ്. അതുപോലെ തന്നെ അല്പം കൂടുകയാണെങ്കിൽ അത് എങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ച് താഴേക്ക് കൊണ്ടുവരണമെന്നും അവർക്ക് നന്നായിട്ടറിയാം. അത്തരത്തിലൊരു അത്ലറ്റാണ്. കാരണം ധാരാളം അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ഇന്ത്യക്ക് വേണ്ടി പതക്കങ്ങൾ നേടിത്തരികയും ചെയ്ത ഒരു അത്ലറ്റാണ്. പരിചയസമ്പന്നയാണ്, പരിണിതപ്രജ്ഞയാണെന്ന് പറയാം. കാരണം ഈ കാര്യത്തിൽ അവർ ഇതൊക്കെ നന്നായി അറിഞ്ഞിരിക്കേണ്ടതാണ്. അവരെ സഹായിക്കാൻ സപ്പോർട്ടിംഗ് സ്റ്റാഫുണ്ട്, അവരുടെ ഭക്ഷണ കാര്യങ്ങൾ നോക്കാൻ പ്രത്യേകിച്ച് ആളുകളെ നിയോഗിച്ചിട്ടുണ്ട്. ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ ഇടവേളകളിൽ ചിലപ്പോൾ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ വരും. ദ്രവരൂപത്തിലുള്ള ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊന്നും പ്രാധാന്യം അറിയാത്ത ആളല്ല വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്ന അത്ലറ്റ്. പിന്നെ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ സംഭവിച്ചു എന്നൊരു ചോദ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംശയത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. ഇതിന് പിന്നിൽ ഒരു അട്ടിമറിയുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ? ഇക്കാര്യത്തിൽ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാവുന്ന ഒരാൾ ഒളിമ്പിക്സ് മെഡൽ ജേതാവായ മറ്റൊരു ഗുസ്തി താരം, പുരുഷ ഗുസ്തി താരം വിജേന്ദർ സിംഗ് ആണ്. അദ്ദേഹം മത്സരിച്ചിരുന്നത് 75 കിലോഗ്രാമിന് താഴെയുള്ള കാറ്റഗറിയിലാണ്. ആ വിഭാഗത്തിലാണ് അദ്ദേഹം ഒളിമ്പിക് മെഡൽ നേടിയിട്ടുള്ളത്. അദ്ദേഹം ആണയിട്ട് പറയുന്നു, സംശയലേശമന്യേ പറയുന്നു, ഫോഗട്ടിന് സംഭവിച്ചതിൻ്റെ പിന്നിൽ എന്തോ അട്ടിമറി അല്ലെങ്കിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന്. ഈ ഒളിമ്പിക്സിന് യോഗ്യത നേടുന്നതിന് മുമ്പ് ഫോഗട്ട് കടന്നു വന്ന സമര വഴികളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ വിജേന്ദർ സിംഗ് പറഞ്ഞ സംശയം അല്ലെങ്കിൽ ആശങ്ക ഇരട്ടിയാവുകയാണ്. ഈ ഫൈനൽ മത്സരത്തിലേക്കുള്ള യോഗ്യത നേടിയ സെമി മത്സരത്തിന് ശേഷം വിനേഷ് ഫോഗട്ടിൻ്റെ ഭാരം 52.7 കിലോഗ്രാം ആയിരുന്നു. 2.7 കിലോഗ്രാം കൂടുതലാണ്. പക്ഷേ വളരെ ക്ഷീണിതയായിരുന്നു. തുടർച്ചയായിട്ട് 3 മത്സരങ്ങൾ, നിലവിലെ ലോക ചാമ്പ്യൻ അടക്കം 3 ലോകോത്തര താരങ്ങളെ തോൽപ്പിച്ചിട്ടാണ് ഫോഗട്ട് ഫൈനലിലേക്ക് കടക്കുന്നത്. അത് ഏതാണ്ട് തുടർച്ചയായി നടന്ന മത്സരങ്ങളായിരുന്നു. അതിനുശേഷം അവർ വളരെ ക്ഷീണിതയായിരുന്നു. അപ്പോൾ കാര്യമായ ഭക്ഷണമൊന്നും കഴിച്ചില്ലെങ്കിലും കുറച്ച് വെള്ളവും, അതായത് ഈ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാതിരിക്കാൻ പാകത്തിൽ അല്പം വെള്ളം കുടിച്ചു, കുറച്ച് ഫുഡ് സപ്ലിമെൻറ്റ്സ് കഴിച്ചു. എന്നിട്ട് ആ രാത്രി മുഴുവൻ അവർ വർക്കൗട്ട് ചെയ്യായിരുന്നു, ഉറങ്ങുക പോലും ചെയ്യാതെ. സ്കിപ്പിങ്, സൈക്ലിങ്, അതുപോലെ തന്നെ ഓട്ടം, മുടി മുറിച്ച് കളഞ്ഞു, ശരീരത്തിൽ നിന്ന് കുറേ രക്തം ഊറ്റിക്കളഞ്ഞു.
അപ്പോൾ ഇങ്ങനെ വളരെ കഠിനമായ പരിശ്രമങ്ങൾ നടത്തിയതിന് ശേഷവും മത്സര ദിവസം രാവിലെ തൂക്കം നോക്കുമ്പോൾ 100 ഗ്രാം കൂടുതലായിരുന്നു. അതാണ് അവർക്ക് അപകടകരമായ സ്ഥിതി ഉണ്ടാക്കിയത്. അങ്ങനെയാണ് ഫോഗോട്ട് മത്സരത്തിൽ നിന്ന് പുറത്താവുന്നത് അല്ലെങ്കിൽ അയോഗ്യയാക്കപ്പെടുന്നത്. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു ഗുസ്തി താരം പാലിക്കേണ്ട വെയ്റ്റ് മാനേജ്മെൻറ്റിനെ പറ്റി നല്ല ബോധ്യമുള്ള ഒരാളാണ് വിനേഷ് ഫോഗട്ട് എന്ന് വീന്ദർ സിംഗ് വിശദീകരിക്കുന്നുണ്ട്. ഇത്തരം താരങ്ങൾക്ക് വിശപ്പിനെയും ദാഹത്തെയും അതിജീവിക്കാൻ പറ്റും. അതുപോലെ ശരീരക്ഷീണത്തെ മറികടക്കാനായിട്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ഭക്ഷണം വേണ്ടെന്ന് വയ്ക്കാം, ദ്രവരൂപത്തിലുള്ള ഭക്ഷണം പോലും കഴിക്കാതെ അവരെ കഴിച്ചു കൂട്ടാറുണ്ട്. അതുപോലെ പല പല മാർഗങ്ങളുണ്ട് അല്പം ഭാരം കൂടിയെന്ന് തോന്നിയാൽ അത് കുറയ്ക്കുന്നതിന്. അതിലൊന്ന് ധാരാളം കമ്പിളിപ്പുതപ്പുകൾക്കടിയിൽ കിടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ശരീരം വിയർത്ത് ഭാരം നഷ്ടപ്പെടും. അങ്ങനെ ചെയ്യാറുണ്ട്, അങ്ങനെയാണ് പലപ്പോഴും ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രത്യേകതരം സൂട്ടുകളുണ്ട് അവർക്ക്. അത് ധരിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിലൊരു തീക്കുണ്ടം പോലെയാണ്, ഒരു ഫർണസ് പോലെയാണെന്നാണ് വീന്ദർ സിംഗ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. എന്നിട്ട് ഓടും, ഈ സൂട്ടും ഇട്ടുകൊണ്ട് ഓടും. അപ്പോൾ ശരീരം വലിയ തോതിൽ വിയർത്ത് ഭാരം കുറയും. അങ്ങനെ ചില അത്ലറ്റുകൾക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് 5 കിലോ മുതൽ 6 കിലോ വരെ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് വീന്ദർ സിംഗ് പറയുന്നത്. നമ്മുടെ മറ്റൊരു അഭിമാന ഭാജനമായിരുന്ന മേരി കോം, ബോക്സിംഗ് താരം, അവർ 4 മണിക്കൂർ കൊണ്ട് 2 കിലോ കുറച്ച ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു കഥ നേരത്തെ ഒരു അഭിമുഖ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ സാധിക്കുന്ന ഒരാളാണ് വിനേഷ് ഫോഗട്ട്. അതിനെപ്പറ്റി നന്നായിട്ട് അറിയാവുന്ന ആളാണ്. എന്നിട്ട് എങ്ങനെ ഇത് സംഭവിച്ചു? പെട്ടെന്ന് 2.7 കിലോ കൂടുന്നു. ഒരു രാത്രി മുഴുവൻ പരിശ്രമിച്ചിട്ടും അത് നിശ്ചിത തൂക്കത്തിലേക്ക് താഴേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നില്ല. ഇവിടെയാണ് ഗൂഢാലോചനയുടെ അല്ലെങ്കിൽ അട്ടിമറിയുടെ സാധ്യത സംശയിക്കപ്പെടുന്നത്. ഇവിടെയാണ് പിഴച്ചതെന്ന് പറയാൻ നമ്മളാരും ആളല്ല. പക്ഷേ ഫോഗട്ടിൻ്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഇപ്പോൾ വലിയ ആവശ്യമുയർന്നിരിക്കുകയാണ്. ആ സ്റ്റാഫിൽ അവരുടെ ഡയറ്റ് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണക്രമം തീരുമാനിക്കുന്ന ആളുണ്ട്. അവർ വർക്കൗട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് എന്ന് തീരുമാനിക്കേണ്ട ആളുണ്ട്. ഇവരൊക്കെ ഈ രാത്രിയിൽ, നിർണായകമായ ഈ രാത്രിയിൽ, ഭാരം കുറയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്ന രാത്രിയിൽ എങ്ങനെയാണ് ആ പ്രശ്നത്തെ, ആ വിഷയത്തെ കൈകാര്യം ചെയ്തത് എന്നുള്ളത് വളരെ വിശദമായ അന്വേഷണത്തിന് വിധേയമാക്കണമെന്ന് വളരെ ശക്തമായ ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പ്രശ്നം ഇന്ത്യൻ പാർലമെൻറ്റിലും ചർച്ചയായി. പ്രതിപക്ഷം ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടന്നു എന്ന് വളരെ ശക്തമായ ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. അതിന് കായിക മന്ത്രിയായ മൻസുഖ് മാണ്ഡവ്യ എന്ന് പറയുന്ന ഒരു മഹാനായ മന്ത്രി, അദ്ദേഹം കൊടുത്ത ഉത്തരവ് അല്ലെങ്കിൽ വിശദീകരണം സഭയിൽ കൂടുതൽ കോലാഹലം ഉണ്ടാക്കുകയാണ് ചെയ്തത്. പ്രതിപക്ഷം ഉന്നയിച്ച വിഷയത്തെക്കുറിച്ചല്ല അദ്ദേഹം പറയുന്നത്, എന്താണ് സംഭവിച്ചത് എന്നുള്ളതല്ല. അതിനു പകരം ഒളിമ്പിക്സിൻ്റെ തയ്യാറെടുപ്പിനായി ഫോഗട്ടിന് 70.45 ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന കണക്ക് പറയാനാണ് മന്ത്രി ശ്രമിച്ചത്. അല്ലാതെ അവർക്ക് സംഭവിച്ച നൈരാശ്യത്തെക്കുറിച്ചല്ല. ഗവൺമെൻറ് ഇത്രയും തുക ഈ ഗുസ്തി താരത്തിന് വേണ്ടി ചെലവഴിച്ചിരുന്നു എന്ന് കണക്ക് പറഞ്ഞുറപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അതിന് ഏറ്റവും ശക്തമായിട്ട് എതിർത്തത് നമ്മുടെ ഷാഫി പറമ്പിലാണ്, നമ്മുടെ MP. അദ്ദേഹം പറഞ്ഞു, ഈ വളരെ ദുഃഖകരമായ, സങ്കടകരമായ ഒരു സാഹചര്യത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരു അത്ലറ്റിന് ചിലവാക്കിയ പണത്തെക്കുറിച്ചുള്ള കണക്ക് പറയുകയല്ല വേണ്ടത്. ഇത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിയായ ഒരു കാര്യമല്ല. നിങ്ങൾ ഈ പണത്തിൻ്റെ കണക്ക് പറയുമ്പോൾ, ചെലവഴിച്ച തുകയുടെ കാര്യം പറയുമ്പോൾ, ഇത് BJP നേതാക്കളുടെ ഒന്നും വീട്ടിൽ നിന്ന്, തറവാട്ടിൽ നിന്ന് കൊണ്ടൊന്നല്ല, ഇന്ത്യയുടെ പണമാണ്, ഇന്ത്യയിലെ ജനങ്ങളുടെ പണമാണ്. അതാണ് ഓർക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഈ ചെലവഴിച്ച തുക പറയുന്നത്, അതിൻ്റെ കണക്ക് പറയുന്നത് ആ അത്ലറ്റിനോടുള്ള അവഹേളനമാണെന്ന് വളരെ ശക്തമായ ഭാഷയിൽ ഷാഫി പറമ്പിൽ സഭയിൽ, ലോക്സഭയിൽ പറഞ്ഞു. അതുപോലെ തന്നെ കങ്കണ റൗട്ട് എന്ന് പറയുന്ന
BJP MP, ഹിന്ദി നടിയാണ്. അവർ ഫോഗട്ടിനെ പറ്റി പറഞ്ഞ് എന്താണെന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചോ? അതായത് മോദിക്കെതിരെ മുദ്രാവാക്യം മുഴക്കി പ്രക്ഷോഭത്തിനിറങ്ങിയ ഫോഗട്ടിനെ ഇന്ത്യ ഒളിമ്പിക്സിന് അയച്ചു. വിനേഷ് ഫോഗട്ടിനെ പോലുള്ളൊരു അത്ലറ്റ്, അവർ എല്ലാ യോഗ്യതാ മത്സരങ്ങളിലും വിജയിച്ച് ഒളിമ്പിക്സിന് പോകാനുള്ള അർഹത നേടുമ്പോൾ അവരെ ഒളിമ്പിക്സിന് അയച്ചത് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയുടെയോ സർക്കാരിൻ്റെ ഔദാര്യമാണ്. എന്നിട്ടും ഞങ്ങൾ അയച്ചെന്ന്. അതായത് മോദിക്കെതിരെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പ്രക്ഷോഭത്തിനിറങ്ങിയ ഫോഗട്ടിനെ എന്നിട്ടും ഞങ്ങൾ ഒളിമ്പിക്സിന് അയച്ചെന്ന്. BJPയുടെ ഒരു വലിയ ഔദാര്യം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ വലിയൊരു ഔദാര്യം കങ്കണ റൗട്ട് പറഞ്ഞതാ. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ ഗൂഢാലോചന അല്ലെങ്കിൽ അട്ടിമറി എന്നൊക്കെയുള്ളൊരു സംശയം ബലപ്പെടുകയാണ്. നമുക്കറിയാമല്ലോ, റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ ശക്തമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്നത്. ധാരാളം അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുത്ത് ഇന്ത്യക്ക് വേണ്ടി ബഹുമതികൾ നേടിയിട്ടുള്ള നിരവധി ഗുസ്തി താരങ്ങൾ ഡൽഹിയിൽ സമരത്തിനിറങ്ങിയപ്പോൾ, തെരുവിലിറങ്ങിയപ്പോൾ അതിലൊരാൾ ഫോഗട്ടായിരുന്നു. എന്തുകൊണ്ടായിരുന്നു ആ സമരം? ഈ പ്രസിഡന്റിനെതിരായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ, അത്ലറ്റുകൾക്കെതിരായി അല്ലെങ്കിൽ ഗുസ്തി താരങ്ങൾക്കെതിരെ നടത്തിയ ലൈംഗിക അതിക്രമം അടക്കമുള്ള പരാതികൾ ഉന്നയിച്ചുകൊണ്ടാണ് അന്ന് വിനേഷ് ഫോഗട്ടും കൂട്ടരും സമരത്തിന് ഇറങ്ങിയത്. ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് അവർ തെരുവിൽ കിടന്നു, ജന്തർ മന്ദിറിൽ സമരം നടത്തി, പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. അവസാനം ഇന്ത്യക്ക് വേണ്ടി ഇവർ നേടിയ മെഡലുകൾ ഇന്ത്യ ഗേറ്റിൽ ഉപേക്ഷിച്ചിട്ട് പോകേണ്ട സാഹചര്യം പോലും ഉണ്ടായി. ഇത് ബ്രിജ്ഭൂഷണെതിരായി മാത്രമുള്ള ഒരു സമരമായിരുന്നില്ല. വാസ്തവത്തിൽ അത് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടി ഭരണകക്ഷി BJPക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം കൂടിയായിരുന്നു. ഈ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എന്ന് പറയുന്ന ആൾ BJPക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. പാർട്ടിയിൽ വലിയ സ്വാധീനമുള്ള ആളാണ്. 5 or 6 ലോക്സഭാ മണ്ഡലങ്ങളിൽ സ്വാധീനമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ BJP ബ്രിജ്ഭൂഷൺ അനുകൂലമായിട്ടാണ് നിന്നത്. അയാൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കാൻ തയ്യാറായില്ല. ഏറ്റവും അവസാനം അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ സമരത്തിൽ ഉടനീളം BJP ഭരണകക്ഷി ഈ സമരത്തിനെതിരായിട്ടുള്ള ഗുസ്തി താരങ്ങൾക്കെതിരായിട്ട് ബ്രിജ്ഭൂഷണ് അനുകൂലമായിട്ടുള്ളൊരു നിലപാടാണ് എടുത്തിരുന്നത്. അന്ന് രാഹുൽ ഗാന്ധിയാണ് ഈ ഗുസ്തി താരങ്ങളെ പരസ്യമായി പിന്തുണച്ചത്. വിനേഷ് ഫോഗട്ട് ഫൈനലിൽ എത്തിയ ദിവസം രാഹുൽ ഗാന്ധി പോസ്റ്റ് ചെയ്ത വളരെ വികാരഭരിതമായൊരു പോസ്റ്റുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട്. ഈ ചവിട്ടിമെതിക്കലിനെ ഒക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഫോഗട്ട് ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിരുന്നു. വിനേഷ് ഫോഗട്ടിനെ അയോഗ്യ ആക്കിയതുപോലെ ഹൃദയഭേദകമായ ഒന്നാണ് അവർ റെസ്ലിങ്ങിൽ നിന്ന് വിരമിക്കുന്നു എന്ന പ്രഖ്യാപനം. അവർ പറയുന്നത്, എനിക്ക് പോരാടാനുള്ള ശക്തി ഇല്ലാതായിരിക്കുന്നു, ഞാനിനി വിരമിക്കുകയാണ്. അതൊരു പക്ഷേ ഒരു വികാരപരമായ പ്രസ്താവനയാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ വിരമിക്കൽ സംഭവിക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഒരു രാജ്യം മുഴുവൻ അവരോട് കൂടെയുണ്ട്. വിനേഷ് ഫോഗട്ട് ഇനിയും പൊരുതണം. വിനേഷ്, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു.